ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലോട്ട് കിടക്കാം. വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ. അങ്ങനെ ലാലേട്ടൻ ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഷാനവാസിൻ്റെ അടുത്ത് എന്തെങ്കിലും വിരോധമുണ്ടോ പ്രത്യേകിച്ച്? അങ്ങനെ ലക്ഷ്മി അറിയുന്നുണ്ട്, എന്നെ ഒരാൾ എടി പോടി എന്ന് അഭിസംബോധന ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ അഭിസംബോധന ചെയ്യാനുള്ള സാഹചര്യം എവിടെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഷാനവാസും പിന്നെയും തമ്മിലാണ് പ്രശ്നം. ആ ഒരു പ്രശ്നത്തിൽ പോയിട്ട് എന്തിനാണ് ലക്ഷ്മി തലയിട്ടത്? അതുകൊണ്ടല്ലേ ലക്ഷ്മി ഈ ഒരു എടി പോടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ബിന്നിയുടെ അടുത്ത് അതായത് ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അതായത് ആ ഒരു സംസാരം ഷാനവാസിലോട്ടും ലക്ഷ്മിയിലോട്ടും എത്തുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടാകാനായിട്ട് പോയിട്ടില്ല. പക്ഷേ ലക്ഷ്മി എനിക്കെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഒരു പ്രശ്നത്തിലോട്ട് വന്ന് തലയിട്ട് നോക്കുകയും പിന്നെ ആ ഒരു പ്രശ്നത്തെ ഭയങ്കരമായിട്ട് ഊതിപ്പെരുപ്പിച്ച് വലുതാക്കാനായിട്ട് മാത്രമേ പുള്ളിക്കാരത്തി ഇത്രയും നാളായിട്ട് ശ്രമിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നത്. അങ്ങനെ ഇവരൊന്നും രണ്ടും മൂന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അതേപോലെ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, വീട്ടിലുള്ള അതായത് പാരൻസിനെ ഒന്നും വിളിച്ച് പറയേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെ വിളിച്ച് പറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ലക്ഷ്മിയാണ് കാരണം ഭയങ്കരമായിട്ട് ചൂടായത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അതായത് ലക്ഷ്മിക്ക് പുതിയൊരു പേര് ഷാനവാസ് ഇട്ടല്ലോ, അതായത് കൊച്ചു തമ്പുരാട്ടി അങ്ങനെ എന്തോ പേരാണ് ലക്ഷ്മിക്ക് പുതുതായിട്ട് ഷാനവാസ് ഇട്ടത്. എന്തായാലും അങ്ങനെയുള്ള പേരുകൾ വിളിക്കാനായിട്ട് അതായത് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് പറയുന്നത് ബിന്നിയുടെ ആ ഒരു വിഷയത്തിലാണ്. ബിന്നി പറയുന്നത് മാവ് ഭയങ്കരമായിട്ട് കുടഞ്ഞൂതാക്കി എന്നൊക്കെയാണ്. പക്ഷേ ലാലേട്ടൻ്റെ മുന്നിൽ ലാലേട്ടൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ച സമയത്ത് ബിന്നി പറഞ്ഞു, ഒന്നോ രണ്ടോ തുള്ളിയേ ഇറ്റിയുള്ളൂ. അതിനാണ് ഈ ഒരു ബിന്നി ഇത്രയും വലിയൊരു പുകിൽ അവിടെ സൃഷ്ടിച്ചത്. എന്തായാലും തെറ്റ് മൊത്തം ഷാനവാസിൻ്റെ തലയിൽ ഒരിക്കലും ബിന്നിക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. തെറ്റ് അതായത് രണ്ടുപേരുടെയും ഭാഗത്തുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ലക്ഷ്മിക്ക് നല്ല രീതിയിൽ തന്നെ പണി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേഷനും പ്രൊമോ അപ്ഡേഷനുമായിട്ട് പിന്നെ കാണാം.